ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായൊരു യുദ്ധമുനയിലാണ് പശ്ചിമേഷ്യ ഇപ്പോൾ നിൽക്കുന്നത്. ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തിക വ്യവസ്ഥയും ഒരുപോലെ പിടിച്ചുലച്ചുകൊണ്ട് ഇറാനെതിരെ നേരിട്ടുള്ള സൈനിക നടപടിക്ക് സമയം കുറിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂ സോഷ്യലിലൂടെ ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് ആക്രമണം ആരംഭിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം വെറും ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് ലോകക്രമത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സൈനിക നീക്കത്തിന്റെ വിളംബരമാണ്. ഈ സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദു ഹോർമുസ് കടലിടുക്കാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും ഏകദേശം 20% കടന്നുപോകുന്നത് ഇടുങ്ങിയ ജലപാതയിലൂടെയാണ്. ഫെബ്രുവരി 28 മുതൽ ഇറാൻ ഈ പാത അടച്ചതോടെ ആഗോള ഊർജ്ജ വിപണി അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു. ഇന്ധനവില കുതിച്ചുയരുകയും വികസന രാജ്യങ്ങൾ ഒരുപോലെ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്തു. ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളെ കടത്തിവിടില്ലെന്ന ഇറാന്റെ കടുത്ത നിലപാടിന് ബോംബുകൾ കൊണ്ട് മറുപടി നൽകാനാണ് ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സ്വാധീനം ചോദ്യം ചെയ്യപ്പെടുന്നതും തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രയേലിന് നേരെയുള്ള ഭീഷണിയുമാണ് ട്രംപിനെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതും. ഈ യുദ്ധപ്രഖ്യാപനത്തിലേക്ക് നയിച്ച ഏറ്റവും ഒടുവിലത്തെ സംഭവം അമേരിക്കയുടെ F-50 വിമാനം ഇറാൻ വെടിവെച്ചിട്ടതാണ്. വിമാനത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഇറാനിലെ അതിദുർഘടമായ പർവ്വത നിരകളിൽ 2 ദിവസം ഒളിവിലായിരുന്നു. CIA-യുടെ US സ്പെഷ്യൽ ഫോഴ്സിന്റെയും അതിസാഹസികമായ നീക്കത്തിലൂടെ ഇദ്ദേഹത്തെ മോചിപ്പിച്ചത് അമേരിക്കയുടെ സൈനിക വീര്യം ഉയർത്താൻ കാരണമായി. ഈ ദൗത്യത്തിനിടയിൽ തകരാറിലായ 2 US വിമാനങ്ങൾ ശത്രുവിന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ സൈന്യം തന്നെ തകർത്തത് സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ വിജയത്തിന് പിന്നാലെയാണ് ട്രംപ് തന്റെ നിലപാട് കടുപ്പിച്ചത്. ഇറാന്റെ ഭരണകൂടത്തെയും അവരുടെ സൈനിക സംവിധാനങ്ങളെയും പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് നീങ്ങുന്നത്. പവർ സ്റ്റേഷനുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, പ്രധാന പാലങ്ങൾ എന്നിവ ആക്രമിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. സാധാരണഗതിയിൽ ആക്രമണ സമയം രഹസ്യമായി വെക്കുന്ന സൈനിക രീതിക്ക് വിരുദ്ധമായി സമയം പരസ്യമായി പ്രഖ്യാപിച്ചത് ഇറാൻ ഭരണകൂടത്തിന് മേൽ മാനസിക സമ്മർദ്ദം ചെലുത്താനാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ടെഹ്റാൻ. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ട്രംപിന്റെ നീക്കത്തെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമെന്ന് വിശേഷിപ്പിച്ചു. എന്നാൽ ഏറ്റവും വലിയ ആശങ്ക ഉയർത്തുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ഭീഷണിയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നൽകിയ മുന്നറിയിപ്പ് ലോകരാജ്യങ്ങളെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. ദക്ഷിണ തീരത്തെ ബുഷേഹർ ആണവ നിലയത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ ഉണ്ടാവുന്ന റേഡിയോ ആക്റ്റീവ് വികിരണം ഗൾഫ് മേഖലയിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന് ഭീഷണിയാകും. ഇത് കേവലം ഒരു യുദ്ധമല്ല, മറിച്ച് ദശാബ്ദങ്ങളോളം നീണ്ടു നിൽക്കുന്ന പാരിസ്ഥിതിക ദുരന്തമായി മാറുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. US നീക്കം അമേരിക്കൻ കുടുംബങ്ങളെ നരകയാതനയിലേക്ക് തള്ളിവിടുമെന്ന് ഇറാന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത് അവർ തിരിച്ചടിക്കാനായി വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ്. 6ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന ഈ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഒടിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ക്രൂഡ് ഓയിൽ വില റെക്കോർഡ് ഉയരത്തിലാണ്. ഇത് എല്ലാ രാജ്യങ്ങളിലെയും ആവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിന് കാരണമായി. യുദ്ധഭീതിയെ തുടർന്ന് പശ്ചിമേഷ്യൻ ആകാശം വിമാനങ്ങൾക്ക് സുരക്ഷിതമല്ലാതായിരിക്കുന്നു. എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വമ്പൻ കമ്പനികൾ തങ്ങളുടെ സർവീസുകൾ റദ്ദാക്കിയ റൂട്ട് മാറ്റുകയും ചെയ്തു. ഇത് പ്രവാസി മലയാളികളെയും ബിസിനസ് യാത്രക്കാരെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇറാന്റെ എണ്ണക്കിണറുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ആഗോള വിപണിയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്ന് പിൻവാങ്ങുന്നത് പല രാജ്യങ്ങളുടെയും കറൻസി മൂല്യം ഇടിയാൻ കാരണമാകുന്നു. യുദ്ധം ഒഴിവാക്കാൻ റഷ്യയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നീക്കങ്ങൾ നടക്കുന്നുമുണ്ട്. ഇറാനെതിരായ ഉപരോധങ്ങൾ നീക്കി ചർച്ചകൾക്ക് തയ്യാറാകാൻ റഷ്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടെങ്കിലും ട്രംപ് വഴങ്ങിയിട്ടില്ല. റഷ്യയും ചൈനയും ഇറാനോട് പുലർത്തുന്ന മൃദു സമീപനം ഈ സംഘർഷത്തെ ഒരു ശീതയുദ്ധത്തിന് 2ാം ഘട്ടത്തിലേക്ക് എത്തിക്കുമോ എന്ന് ലോകം ഭയപ്പെടുന്നു. അമേരിക്കൻ ഡ്രോണുകൾ ഇറാന്റെ അതിർത്തികളിൽ നിരന്തരം നിരീക്ഷണം നടത്തുമ്പോൾ റഷ്യയുടെയും ചൈനയുടെയും നീക്കങ്ങളെ പെന്റഗൺ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രി നിശ്ചയിച്ച പ്രകാരം അമേരിക്ക ആക്രമണം തുടരുകയാണെങ്കിൽ അത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി ഒതുങ്ങില്ല. ലെബനൻ, സിറിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സായുധ സംഘങ്ങളും ഇറാനി പിന്തുണയുമായി രംഗത്തെത്താൻ സാധ്യതയുണ്ട്. ഇത് പശ്ചിമേഷ്യയെ മൊത്തത്തിൽ വിഴുങ്ങുന്ന ഒരു വലിയ യുദ്ധമായി മാറും. ട്രംപിന്റെ ഈ നീക്കം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതിനോടൊപ്പം ലോകത്തിലെ സമാധാനത്തെയും ചോദ്യം ചെയ്യുന്നതാണ്. ഇറാന്റെ ഭരണകൂടത്തെ താഴെയിറക്കാൻ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുമുള്ള അമേരിക്കയുടെ ഈ മാസ്റ്റർ പ്ലാൻ വിജയിക്കുമോ അതോ ലോകത്തെ ഒരു വിനാശകരമായ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നത് വരും മണിക്കൂറുകളിൽ അറിയാം. മാനവികതയും സമാധാനവും ആഗ്രഹിക്കുന്ന ലോകജനത ഇപ്പോൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് ഈ യുദ്ധക്കനലുകൾ അണയുന്നതിനും നയതന്ത്രപരമായ ഒരു പരിഹാരം തെളിയുന്നതിനുമാണ്.